പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഇറാൻ തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. അയൽരാജ്യമായ ഇറാഖ് ഉൾപ്പെടെ 5 നഗരങ്ങളിലായി 6 ദിവസം നീണ്ടുനിൽക്കുന്ന വിപുലമായ ചടങ്ങുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ക്ഷണമുണ്ട്. പ്രധാനികൾക്കൊക്കെ ക്ഷണം വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. രഞ്ജിത്ത്, എന്തൊക്കെയാണ് ഇറാൻ്റെ തയ്യാറെടുപ്പുകൾ? അതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾക്ക് പോലും ക്ഷണിച്ച് അത്തരമൊരു നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ചടങ്ങിൽ ക്ഷണിച്ചുകൊണ്ട് വിപുലമായ പരിപാടികളാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്യുന്നത്. സജിത്ത്, ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തുടർന്ന് ടെഹ്റാൻ നഗരവീഥികളിലൂടെ വിലാപയാത്ര നടക്കും. ജൂലൈ 7-നാണ് പുണ്യനഗരമായ കോമിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് ഇറാഖിലെ നജാഫ്, കർഫല തുടങ്ങിയ നഗരങ്ങളിലും ഭൗതിക ശരീരം എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അതിനുശേഷം ജൂലൈ 9-ന് ഇറാന്റെ വടക്ക് കിഴക്കൻ നഗരമായ മഷാദിൽ ഖമേനിയുടെ ജന്മനാട്ടിലാണ് ഭൗതിക ശരീരം ക്രിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഔദ്യോഗിക ബഹുമതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണ്ട് 2 കോടി ജനങ്ങൾ, ഇറാനിൽ നിന്ന് വിദേശത്തുമായി ഏതാണ്ട് 2 കോടി ജനങ്ങൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇന്ത്യ കൂടാതെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ജോർജിയ, ക്യൂബ എന്നിവയുൾപ്പെടെ 90 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വലിയ വിപുലമാക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നയതന്ത്ര തലത്തിൽ നേരത്തെ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പറഞ്ഞ 4-ാം തീയതിയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട വലിയ ചടങ്ങുകൾ ആ രാജ്യത്ത് നടക്കുക. പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് ആ ചടങ്ങുകൾ വലിയ വിപുലമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഖമേനിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിലൂടെ ആഗോള ശ്രദ്ധ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഇറാന്റെ ഭാഗത്തുണ്ട്. അതുമാത്രമല്ല, അമേരിക്കയുമായി ഈ പല വിഷയങ്ങളിലും അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇറാനിലുടനീളമുണ്ട്. അത് ശമിപ്പിക്കുക, അയത്തുള്ള ഖമേനിയെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ട് ആ തരത്തിൽ കൈകാര്യം ചെയ്യുക എന്ന രീതിയും ഇറാന്റെ ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കൾക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും വലിയ ജനക്കൂട്ടം ഉണ്ടായാൽ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതകൾ പോലും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1989-ൽ അന്നത്തെ പരമോന്നതമായ ഖൊമേനിയുടെ സംസ്കാര ചടങ്ങിൽ വലിയ ദുരന്തമുണ്ടായതൊക്കെ ഇറാന് മുന്നിലുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അന്ന് വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും നിരവധി ആളുകൾ മരിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതുമാത്രമല്ല, 2020-ൽ ഇറാന്റെ അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങ്, അതിൽ 56 പേരാണ് തിക്കിലും തിരക്കിലും മറ്റും മരണപ്പെട്ടത്. അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി ഇറാന്റെ ഭാഗത്തുണ്ട് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ലോക നേതാക്കളെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട്, ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ ചടങ്ങാക്കി, ഇറാന്റെ ചരിത്രത്തിൽ ഓർമ്മിക്കത്തക്ക വിധമുള്ള വലിയ ചടങ്ങാക്കി ഇത് മാറ്റുക എന്ന വലിയ ലക്ഷ്യം ഇറാന്റെ മുന്നിലുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ടെഹ്റാനിൽ പൂർത്തിയായി വരികയാണ്. സൈത്ത്, അതാണ് സാഹചര്യം. ഇറാൻ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പരമോന്നത നേതാവിൻ്റെ യാത്രയപ്പിനാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിപുലമായ ചടങ്ങാണ് ലക്ഷ്യം വയ്ക്കുന്നത്.